കോപ്പറേറ്റീവ് ട്യൂട്ടർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇതോടൊപ്പമുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തതിനു ശേഷം ഓൾ എന്ന ഓപ്ഷൻ കൂടി ഒന്ന് അമർത്തിയേക്കണേ. എങ്കിൽ മാത്രമേ ഞാനിടുന്ന ക്ലാസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുകയുള്ളൂ. നമുക്ക് ഇന്ന് മാത്സിന്റെ ഒരു ക്ലാസ് ആണ്. മാത്സുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണ് ബോഡ് മാസ്. ആ ബോഡ് മാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം നോക്കാം. നിങ്ങൾ എന്നോടൊപ്പം ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചെയ്ത് പഠിക്കുക. ചെയ്ത് പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണ് മാത്സിനെ സംബന്ധിച്ചിടത്തോളം പറയുന്നത്. ഒരിക്കലും ഒരു മാത്സും ചെയ്ത് നോക്കാതെ പരീക്ഷാ ഹാളിൽ കയറിയിരിക്കുന്ന ഒരാൾക്ക് പരീക്ഷാ ഹാളിൽ ഇരുന്നുകൊണ്ട് യാതൊരു അത്ഭുതങ്ങളും സൃഷ്ടിക്കാൻ കഴിയില്ല. അതേസമയം മാത്സ് അറിയാൻ വയ്യാത്ത ഒരാൾക്ക് പോലും ഡെയിലി പ്രാക്ടീസിലൂടെ CSEB പരീക്ഷയ്ക്ക് ചോദിക്കുന്ന മാത്സിന്റെ 10 മാർക്കും നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നതാണ്. ഇന്നു മുതൽ നമ്മൾ മാത്സിന്റെ ഒരു പരമ്പര ആരംഭിക്കുകയാണ്. എല്ലാ വിധത്തിലുമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഇന്നു മുതൽ മാത്സിനെ പേടിയുള്ളവർ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബോഡ് മാസുമായിട്ട് ബന്ധപ്പെട്ട ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 3 into 2 divided by 2 minus 4 plus 5 into 2 ഇതിന്റെ വില എത്ര? ആദ്യമായിട്ട് ബോഡ് മാസിനെ കുറിച്ച് ധാരണയില്ലാത്ത ഒരാളാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ അതേ രീതിയിൽ തന്നെ അങ്ങ് ചെയ്തു പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ഫസ്റ്റ് ഓപ്ഷനായിട്ട് കാണുകയും ചെയ്യും. നമ്മൾ അവിടെ സന്തോഷവതികളോ സന്തോഷവാന്മാരോ ഒക്കെ ആയി തീരും. പക്ഷേ ആൻസർ തെറ്റായിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് ബോഡ് മാസ് എന്താണെന്നാണ് ആദ്യം പഠിക്കേണ്ടത്. ബോഡ് മാസ് പഠിക്കുമ്പോൾ ഫസ്റ്റ് ബ്രാക്കറ്റ് B സൂചിപ്പിക്കുന്നത് ബ്രാക്കറ്റിനെയാണ്, O സൂചിപ്പിക്കുന്നത് ഓഫ്. അതായത് 3 of 2 എന്ന് പറഞ്ഞാൽ 3 into 2 ആണ്. ആൻസർ 6 കിട്ടും. ഒരു മൾട്ടിപ്ലിക്കേഷൻ തന്നെ വേറൊരു രീതിയിലാണെന്നേ ഉള്ളൂ. 3 of 2. അടുത്തത് D for division, M for multiplication, A for addition, S for subtraction. അതായത് B ബ്രാക്കറ്റിൽ ഒരു കാര്യം തന്നിട്ടുണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യുക. അതിനുശേഷം ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് ഓഫ് ആണ്. അതിനുശേഷം ഡിവിഷന് പ്രാധാന്യം കൊടുക്കുക. അതിനുശേഷം മൾട്ടിപ്ലിക്കേഷന് പ്രാധാന്യം കൊടുക്കുക. നമ്മൾ D സൂചിപ്പിക്കുന്നത് ഡിവിഷനെയാണ്, M സൂചിപ്പിക്കുന്നത് മൾട്ടിപ്ലിക്കേഷനെയാണ്, A സൂചിപ്പിക്കുന്നത് അഡീഷൻ, S സൂചിപ്പിക്കുന്നത് സബ്ട്രാക്ഷൻ. ഇനിയും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കാം. ആദ്യമായിട്ട് 3 into 2 divided by 2 minus 4 plus 5 into 2. നമ്മൾ ആദ്യം ചെയ്തു നോക്കേണ്ടത് 3 അതുപോലെ എഴുതുക. ഇതിനകത്ത് ബ്രാക്കറ്റ് ഓഫ് എന്നിവ ഇല്ലാത്തത് കൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. 2 divided by 2 is equal to 1. ആദ്യം ഈ ഒരു ഡിവിഷൻ പാർട്ട് ചെയ്യുക. ഇപ്പൊ 2 divided by 2 1 കിട്ടും. മൈനസ് 4 പ്ലസ് 5 into 2 ഇത്രയുമാണ് ഫസ്റ്റ് സ്റ്റെപ്പ് കിട്ടുന്നത്. ഇനിയും നമുക്ക് 3 into 1 3 മൈനസ് 4, ഇനിയും ഇവിടെ ഇൻറ്റു ചെയ്യാം. 5 into 2 10 എന്ന് കിട്ടും. ഇത്രയും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആകപ്പാടെ സബ്ട്രാക്ഷനും അതുപോലെ അഡീഷനും മാത്രമേ ഉള്ളൂ. നമുക്ക് ഇവിടെ ചെയ്തു നോക്കുമ്പോൾ എന്താണ്? 3 പ്ലസ് 10 13 കിട്ടും. 13 മൈനസ് 4 ആൻസർ 9 കിട്ടും. 9 ആണ് ഇതിന്റെ ആൻസർ. ഇവിടെ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഒഴിവാക്കാം. 3 മൈനസ് 4 മൈനസ് 1 കിട്ടും. മൈനസ് 1ൽ നിന്ന് പ്ലസ് 10 ആകുമ്പോൾ അപ്പോഴും ആൻസർ 9 തന്നെയാണ്. എങ്കിലും നമ്മൾ അതിന്റെ റൂൾ അനുസരിച്ച് പോയതേ ഉള്ളൂ. 1-2 ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്റ്റെപ്പിന്റെ ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കുക. ആദ്യം ഇവിടെ ചെയ്തിരിക്കുന്നത് 3 into 2 divided by 2 minus 4 plus 5 into 2 ഇത്രയുമാണ് ചെയ്തേക്കുന്നത്. ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനകത്ത് ബ്രാക്കറ്റോ അതുപോലെ ഓഫോ ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ്
ഫസ്റ്റിലെ ഡിവിഷൻ ചെയ്യുക. 3 × 2 ഡിവൈഡ് ബൈ 2 എന്നുള്ളത് 1 ചെയ്യുക. -4 പ്ലസ് 5 × 2 ഇവിടെ വെച്ച് തന്നെ 10 എന്ന് നമുക്ക് ആൻസർ എഴുതാം. അപ്പൊ 3 - 4 + 10 നമുക്ക് 30 - 4 ആൻസർ 9 എന്ന് കിട്ടും. ഇവിടെ വെച്ച് ഒരു തെറ്റുകൂടെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ ഇവിടെ -9 എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് -9 വരാതെ +9 തന്നെ കറക്റ്റ് ആൻസർ ആയിട്ട് വരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹലോ, ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 150 - 75 ഡിവൈഡ് ബൈ 5 × 5. ബോഡ് മാസ് അറിയാവുന്ന ഒരാൾക്ക് മാത്രമേ ഇത് കൃത്യമായി ചെയ്യാൻ പറ്റുകയുള്ളൂ. 150 - 75 ഡിവൈഡ് ബൈ 5 × 5. നമുക്ക് ആദ്യം ഈ ഒരു ക്വസ്റ്റ്യനകത്തും ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, അതുകൊണ്ട് എന്തേ തുടങ്ങാം? ഡിവിഷനെ തുടങ്ങാം. അപ്പൊ 150 - 75 ഡിവൈഡ് ബൈ 5 എത്രയാണ് ആൻസർ? 15. മാത്സ് പെട്ടെന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടി കുറച്ച് ഗുണന പട്ടിക അതുപോലെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് എളുപ്പത്തിൽ പഠിച്ചു വെക്കുക. ഒരു 20 വരെയുള്ള സംഖ്യകളുടെ സ്ക്വയർ ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ മാത്സ് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. 150 - 15 × 5. ഇനിയും നമുക്ക് അടുത്തത് മൾട്ടിപ്ലിക്കേഷൻ ആണ് ചെയ്യേണ്ടത്. 15 × 5 ആൻസർ 75 കിട്ടും. 150 നിന്ന് 75 കുറച്ചു കഴിഞ്ഞാൽ ആൻസർ എത്ര തന്നെ കിട്ടും? 75. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ പറയാം. 150 - 75 ഡിവൈഡ് ബൈ 5 × 5 ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ശരിക്കും ശ്രദ്ധിക്കാത്ത ഒരാളെ ഈ രീതിയിൽ കണക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ അവർക്ക് ഒരിക്കലും ഇതിന്റെ ആൻസർ കിട്ടിയില്ല. നമുക്ക് ബോഡ് മാസ് ഉപയോഗിച്ച് തന്നെ ഈ ക്വസ്റ്റ്യൻ ചെയ്യണം. ബ്രാക്കറ്റ് ഇല്ല, ഓഫ് ഇല്ല, അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. 150 - 75 ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ 15 വരും. × 5 എഴുതി. 150 അതുപോലെ തന്നെ എഴുതി. 15 × 5 അടുത്ത ചെയ്യേണ്ടത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 75 കിട്ടും. 150 നിന്ന് 75 കുറച്ചാൽ ആൻസർ എത്ര കിട്ടും? 75. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 2 പ്ലസ് ബ്രാക്കറ്റിനകത്ത് 4 × 8 മൈനസ് 3 × 6 ഇത്രയുമാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ഒരു ബ്രാക്കറ്റിനകത്ത് തന്നെ വേറൊരു ബ്രാക്കറ്റ് ഉണ്ട്. വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു കണക്കാണിത്. സിമ്പിൾ ആണെന്ന് തോന്നുമെങ്കിലും ആൻസർ ഇതിനകത്ത് പല ഓപ്ഷന്റെയും ആൻസർ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഒരു കൺഫ്യൂഷൻ വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് നോക്കാം. 2 പ്ലസ് ബ്രാക്കറ്റ് അതുപോലെ തന്നെ എഴുതുക. 4 × 8 അത് വീണ്ടും നമുക്ക് പിന്നീട് ചെയ്യാം. ആദ്യം അകത്തെ ബ്രാക്കറ്റ് വേണം ചെയ്യാൻ. 4 × 8 മൈനസ് 3 × 6 ആൻസർ എത്ര വരും? 18. ഇനിയും നമുക്ക് ഇതൊന്നുകൂടെ ചെയ്തു നോക്കാം. 2 പ്ലസ് 4 × 8 32 മൈനസ് 8. 2 പ്ലസ് 32 നിന്ന് 18 കുറച്ചാൽ എത്രയാണ്? 14. 2 പ്ലസ് 14 ആൻസർ എത്ര കിട്ടും? 16. അപ്പോൾ ഒരു ബ്രാക്കറ്റിനകത്ത് തന്നെ വേറൊരു ബ്രാക്കറ്റ് വന്നാൽ ആ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ. കണ്ടോ, ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ടായിരുന്നു, അതിന് അകത്ത് വേറൊരു ബ്രാക്കറ്റ് ഉണ്ട്. 3 × 6 വേണം ആദ്യം ഈ ക്വസ്റ്റിനകത്ത് ചെയ്യാൻ. ക്വസ്റ്റ്യൻ ഒന്ന് നോക്കുക. 2 പ്ലസ് 4 × 8 അതുപോലെ എഴുതി. 3 × 6 18 ചെയ്തു. അപ്പോൾ നമുക്ക് 2 പ്ലസ് 4 × 8 32 കിട്ടി. 32 മൈനസ് 18. 2 പ്ലസ് 14 ആൻസർ എത്ര കിട്ടി? 16. ഇതൊക്കെ നമ്മുടെ CSEB പരീക്ഷയ്ക്ക് പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 1-2 തവണ ബോർഡ് മാസ് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ഇനിയും അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹലോ ഫ്രണ്ട്സ്, അടുത്ത ഒരു ഇച്ചിയുടെ കോംപ്ലിക്കേഷൻ ഉള്ളൊരു ബോർഡ് മാസിന്റെ കണക്കാണ്. പെട്ടെന്ന് ചെയ്യുന്ന ഒരാൾക്ക് ആൻസർ കിട്ടാത്തൊരു കണക്ക്. അതുകൊണ്ട് ശ്രദ്ധിച്ച് 2-3 തവണ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സ്വയമേ ചെയ്ത് നോക്കുക. 9 ഡിവൈഡ് ബൈ 7 × 8 മൈനസ് 85 ബ്രാക്കറ്റിനകത്ത് 9 × 8 മൈനസ് ബ്രാക്കറ്റിനകത്ത്
10 ഡിവൈഡ് ബൈ 5. ഇതിനകത്ത് കുറേയധികം ബ്രാക്കറ്റുകളുണ്ട്, കുറേയധികം ക്രിയകളുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ കണക്ക് തന്നിരിക്കുന്നത്. ഓപ്ഷന് തന്നിട്ടുണ്ട് 0.1, 0.01, 0.8, 0.2. ഇത്രയും ഓപ്ഷനാണ് തന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം 9 അതുപോലെ തന്നെ എഴുതാം. 9 ഡിവൈഡ് ബൈ ഓരോ ബ്രാക്കറ്റ് വീതം ചെയ്തു പോകാം. 7 into 8 56 minus 85 plus 9 into 8 72 minus 10 divided by 5 2. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ അറിയാം. ഇനിയും 9 ഡിവൈഡ് ബൈ ഇവിടെ പോസിറ്റീവ് സൈൻ ഉള്ളതെല്ലാം കൂടെ ഒന്ന് ഒന്നിച്ചങ്ങ് കൂട്ടുന്നതാണ് നല്ലത്. 56 പ്ലസ് 72 രണ്ടും പോസിറ്റീവ് സംഖ്യകളാണ്. 6 2 8 7 5 12 128 എന്ന് കിട്ടി. ഇനി മൈനസ് ഉള്ള രണ്ടും കൂടെ കൂട്ടുക. മൈനസ് 85 മൈനസ് 2, അപ്പോൾ ആൻസർ മൈനസ് 87 എന്ന് കിട്ടി. 128 നിന്ന് 87 എന്ന് കുറച്ച് നോക്കുക. 8 7 പോകെ 1, 12 8 പോകെ 4. 9 ഡിവൈഡ് ബൈ 41 എന്ന് കിട്ടി. 9 ഡിവൈഡ് ബൈ 41. ആ 9 ഡിവൈഡ് ബൈ 41 ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ 0.2 എന്ന് കിട്ടും. 0.2 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. ഇത് വീണ്ടും വീണ്ടും ഒന്ന് ആവർത്തിച്ച് ചെയ്ത് നോക്കുക. 9 ഡിവൈഡ് ബൈ 7 ഇൻറ്റു 8 മൈനസ് 85 പ്ലസ് 9 ഇൻറ്റു 8 മൈനസ് 10 ഡിവൈഡ് ബൈ 5. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അന്നേരം 9 ഡിവൈഡ് ബൈ ബ്രാക്കറ്റിനകത്തുള്ള ഓരോ ബ്രാക്കറ്റ് വീതം ആദ്യം ചെയ്യുക. 7 ഇൻറ്റു 8 56 മൈനസ് 85 പ്ലസ് 9 ഇൻറ്റു 8 ബ്രാക്കറ്റിനകത്തൊന്ന് ചെയ്ത് ക്രിയ തന്നെ ചെയ്ത് വെളിയിൽ എഴുതുക. 72 മൈനസ് 10 ഡിവൈഡ് ബൈ 5 ആൻസർ 2. അപ്പോൾ 9 ഡിവൈഡ് ബൈ ഇവിടെ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടുമെങ്കിലും ഒരുപാട് കുട്ടികൾക്ക് ചിലപ്പോൾ തെറ്റിലേക്ക് ഈ ഒരു ക്രിയ ചെയ്യുന്നതോടുകൂടി പോകും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് പോസിറ്റീവ് സംഖ്യകൾ തമ്മിൽ കൂട്ടുക. 56ഉം 72 കൂടെ കൂട്ടുമ്പോൾ 128 കിട്ടും. 85ഉം 2 കൂടെ കൂട്ടുമ്പോൾ 87 കിട്ടും. 9 ഡിവൈഡ് ബൈ 41 128 നിന്ന് 87 കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് 41. ഈ 9നെ 41 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ ആണ് 0.2. ഈ ഒരു ക്വസ്റ്റ്യനോട് കൂടി ഇന്നത്തെ ബോർഡ് മാസ് ക്ലാസ് നിർത്തുകയാണ്. ബോർഡ് മാസുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുമായിട്ടാണ് അടുത്ത ഒരു വീഡിയോ വരുന്നത്. അടുത്ത വീഡിയോ വരുന്നതിന് മുൻപ് കൃത്യമായിട്ടും ഇത്രയും കണക്കുകൾ ഏത് ഉറക്കത്തിൽ വിളിച്ച് ചോദിച്ചാലും ചെയ്യാൻ പറ്റുന്ന പോലെ പ്രാപ്തരായിരിക്കുക. നമുക്ക് അടുത്ത പരീക്ഷയ്ക്ക് ജോലി മേടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് യാതൊരു വിധത്തിലുള്ള മടിയും വിചാരിക്കേണ്ട. ഡെയിലി ഇംഗ്ലീഷ്, GK, മാത്സ് ഇത് മൂന്നും പ്രാക്ടീസ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ എക്സാമിനേഷൻ ബോർഡിൻ്റെ ഒരു പരീക്ഷ ഈസി ആയിട്ട് എഴുതി അല്ലെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. യാതൊരു മടിയും വിചാരിക്കാതെ പഠിച്ചു തുടങ്ങിക്കൊള്ളുക. ഇംഗ്ലീഷിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ വരുന്ന ഇംഗ്ലീഷിൻ്റെ വീഡിയോ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ഒന്നുപോലും ഇടാതെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. അടുത്ത ടെൻസുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോയും അതിൻ്റെ പ്രാക്ടീസ് ക്വസ്റ്റ്യനും എത്തിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അതുപോലെ കോപ്പറേറ്റീവ് ട്യൂട്ടറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ദിവസവും GK ഇപ്പോൾ നമ്മളെ ഏകദേശം ഇടുക്കി ജില്ലയുടെ പ്രത്യേകതകൾ വരെയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആൾക്കാർ പെട്ടെന്ന് ജോയിൻ ചെയ്യുക. നിങ്ങൾക്ക് GK പഠിക്കാൻ മടിയാണോ എങ്കിൽ ഒരേ ഒരു സൊല്യൂഷൻ കോപ്പറേറ്റീവ് ട്യൂട്ടറിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എന്നുള്ളതാണ്. അതിനകത്ത് ഒരു 1000-ലധികം കുട്ടികൾ 4 വാട്സപ്പ് ഗ്രൂപ്പിലധികം ആയിട്ടുണ്ട്. അവർ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. വൈകിട്ട് എക്സാം ഉണ്ട്. ഇതെല്ലാമാണ് അവരെ അടുത്ത പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ നമ്മൾ ജോലി കൊണ്ട് മാത്രം തിരിച്ചു കയറുക. അപ്പോൾ ഓക്കെ, ഇത്രയും നേരം ക്ലാസ് കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.